ഒരു കാര്യം ബേസിക്കലി അൻവർ ചെയ്തത് ഈ ഒരു വലിയ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയും, ഒരു വിശ്വാസം തകർത്ത് കളഞ്ഞു. ഞാൻ ആ സംഭാഷണം കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ഈ സുജിത് ദാസ് എന്ന SP അദ്ദേഹത്തോട് വളരെ സഹതാപവും സങ്കടവും തോന്നി. എല്ലാവരും പറഞ്ഞു അങ്ങനെ കെഞ്ചി സംസാരിച്ചു, പ്ലീസ് എനിക്കെതിരെ പരാതി പിൻവലിക്കൂ എന്നൊക്കെ പറഞ്ഞു. ശരി, അതൊരു മോശമായിരിക്കാം. ബട്ട് തിങ് ഈസ്, ഇത് റെക്കോർഡ് ചെയ്യുന്നു എന്നറിയാതെയാണ് ആ മനുഷ്യനിത് പറയുന്നത്. അയാളെ ചതിക്കാമോ? ഈ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യരുത്. അത് പൊതുരംഗത്താണെങ്കിലും പേഴ്സണൽ രംഗത്താണെങ്കിലും ഒരു കാരണവശാലും ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യരുത്. ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത ആളിനെ പിന്നെ ഇന്നിപ്പോൾ ആരെങ്കിലും അൻവറിനെ വിശ്വസിച്ച് സംസാരിക്കുമോ? കാരണം ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാവർക്കും ഭയമുണ്ടാകും. അൻവർ ഒരു MLA അല്ലേ, പൊതുപ്രവർത്തകനല്ലേ, ഒരുപാട് പേര് അറിയുന്ന മനുഷ്യനല്ലേ. ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു അഭിപ്രായം പൊതുജനങ്ങൾ അങ്ങേര് തന്നെ, അദ്ദേഹം അതിന് മാപ്പൊക്കെ പറയുന്നുണ്ട്. പൊതുജനങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഈ അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരാൻ എനിക്ക് വേറെ മാർഗമുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്തത് എന്ന് പറയുന്നു. അതും മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇത് പുറത്തു വിടുന്നത്. അപ്പോൾ അന്ന് ഈ അവസ്ഥ ഇല്ലാതിരുന്നപ്പോൾ നിങ്ങളിത് റെക്കോർഡ് ചെയ്തത് എന്തിനാ? അന്ന് നിങ്ങൾക്ക് നേരെ വഴിക്ക് തന്നെ എക്സ്പോസ് ചെയ്യാൻ നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ റെക്കോർഡ് ചെയ്യരുതല്ലോ. അന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചു, ഒരാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം. അതൊരു ഒരു നല്ല കാര്യമല്ല. പ്രത്യേകിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അത് ചെയ്തുകൂടാ. അത് ചെയ്തു. ഞാൻ ഈ സുജിത് ദാസിന് വേണ്ടി, അദ്ദേഹം ആരാന്ന് പോലും എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ വക്കാലത്തും എടുക്കേണ്ട കാര്യം എനിക്കില്ല. ഞാനൊരു സാമാന്യ മനുഷ്യൻ, കേരളീയ പൗരൻ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, വലിയൊരു വിശ്വാസവഞ്ചന, അതിൽ വഞ്ചന, വിശ്വാസമുള്ളവരല്ലേ വഞ്ചിക്കാൻ പറ്റുള്ളൂ. വഞ്ചന മാത്രം പറഞ്ഞാൽ അതിലൊരു വഞ്ചന അടങ്ങിയിട്ടുണ്ട്. അത് ചെയ്യരുതായിരുന്നു. ഇംഗ്ലീഷിൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്നുള്ള പ്രത്യേക പേര്. അത് പല രാജ്യങ്ങളിലും കുറ്റകരമാണ്, നമ്മളുടെ വോയിസ് റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇന്ത്യയിലത് ഇതുവരെ കുറ്റകരമായിട്ടില്ല. അതാക്കേണ്ട സമയം കഴിഞ്ഞു. എത്ര തരം മൊബൈൽ ഫോണുകളാണ്, ആരാരുടെ ചോർത്തുന്നു എന്താണെന്നൊന്നും അറിയില്ല. നമ്മളും പലപ്പോഴും ഓർക്കാതെ എന്തെങ്കിലും കമൻറ്റ് പോലും അറിയാതെ ദേഷ്യപ്പെട്ടു പോവും, ഏതെങ്കിലും വ്യക്തിയെപ്പറ്റി പറഞ്ഞു പോവും. ഇതൊക്കെ റെക്കോർഡാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഈ 24 മണിക്കൂറും ജാഗ്രതയോടെ ഇങ്ങനെ ജീവിക്കണം. വരുന്ന ഓരോ ഫോണും ഇയാൾ റെക്കോർഡ് ചെയ്യുമോ, അപ്പോൾ ഞാൻ ഈ വാക്ക് വേണ്ട, മറ്റേ ഇങ്ങനെയൊക്കെ മനുഷ്യന് സംസാരിക്കാൻ പറ്റുമോ? അപ്പം അങ്ങനെ പബ്ലിക്കിൽ തന്നെ അൻവർ ഇത് ചെയ്തുകൂടായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. എൻ്റെ മാത്രം അഭിപ്രായമല്ല, പലർക്കും അഭിപ്രായമുണ്ട്. അത് ചെയ്തത് മഹാമോശമായിപ്പോയി. നെവർ ഡിസ്ക്ലോസ് കോൺഫിഡൻഷ്യൽ ടോക്ക്, ഷുഡ് നോട്ട് ബി ഡിസ്ക്ലോസ്, കം വാട്ട് മേ. അപ്പോൾ അത് ചെയ്തു. മാത്രമല്ല, ഇത് ചെയ്തിട്ട് വല്ല പ്രയോജനമുണ്ടായി? ഇതെല്ലാം വൈൽഡ് അലിഗേഷൻസ്. ഇതുപോലെ നിയമസഭയിൽ വേണമെങ്കിൽ സംസാരിക്കാം, അൻവറിന് തന്നെ സംസാരിക്കാം. അൻവർ അത് ചെയ്തിട്ടുമുണ്ട്. 150 കോടി രൂപ VD സതീശൻ മത്സ്യ ലോറിയിൽ കയറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ കടപ്പുറത്ത് കൊണ്ടുവന്നു. എന്നിട്ട് അത് കൊണ്ടുപോയി ബാംഗ്ലൂരിലെ ബാങ്കിലിട്ടു. സാമാന്യ ബുദ്ധി, എന്നാൽ പിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ? ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത്, എന്നിട്ട് തിരിച്ച് ബാംഗ്ലൂർ ബാങ്ക്. VD സതീശൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം, കരയണോ ചിരിക്കണം, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് പറയാം. എന്നിട്ട് അൻവർ പറയുന്നു, എൻ്റെ നിയമസഭ ആ പ്രസംഗം ഒരാളെടുത്തിട്ട് വിജിലൻസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. വിജിലൻസ് പോലീസിന് നോട്ടീസ് അയച്ചു, വാട്ട് ഈസ് ദിസ്. പോലീസ് പറഞ്ഞു അതിനകത്ത് യാതൊരു കഴമ്പുമില്ല. അൻവറിൻ്റെ വാദം, എന്നെ വിളിച്ച് വേണ്ടേ ചോദിക്കാൻ പോലീസ്, നിങ്ങളുടെ നിയമസഭാ പ്രസംഗമാണ് ഇയാളെടുത്ത് കംപ്ലയിൻ്റ് ആക്കിയിരിക്കുന്നത്, നിങ്ങളിങ്ങനെ പ്രസംഗിച്ചോ, ഇതിന് ആധാരമായ തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് വിജിലൻസിനോട് ചോദിക്കണ്ടേ? അത് ചോദിച്ചില്ല, അവരും ക്ലോസ് ചെയ്തു. ഇറ്റ്സ് എ സീരിയസ് മാറ്റർ. ടെക്നിക്കലി അൻവർ പറയുന്നത് ശരിയാണ്. ബട്ട് അൻവർ ചെയ്യേണ്ടത് എന്തായിരുന്നു? എന്നെ കേൾക്കാതെയാണ് ഈ ക്ലോഷർ റിപ്പോർട്ട് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊട്ടസ്റ്റ് പെറ്റീഷൻ ഇതിൽ കൊടുക്കാം, കോടതിയിൽ കൊടുക്കാം. അല്ലെങ്കിൽ അൻവറിന് ഹൈക്കോടതി പോവാം. ഇതൊന്നും അല്ലെങ്കിൽ പിണറായി വിജയനോട് പറയാം,
ഇത് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ പിണറായി വിജയനെ സംരക്ഷിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അന്ന് സംരക്ഷിക്കേണ്ട, അന്ന് പറയേണ്ടേ സഖാവിതേ ഇതുപോലത്തെ കുഴപ്പമൊക്കെ ഞാൻ VD സതീശനെതിരെ നടത്തിയ ആരോപണം എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറയണ്ടേ? അത് പറഞ്ഞില്ല. മാത്രമല്ല അതിലൂടെ വ്യാഖ്യാനം വന്നത് എന്താ? VD സതീശനെ സംരക്ഷിക്കാൻ പിണറായി ശ്രമിച്ചു, കേസ് ക്ലോസ് ചെയ്ത് വിട്ടു, ഇതല്ലേ സംഭവം. അപ്പോൾ പിണറായിക്ക് നിങ്ങൾ ഗുണം ചെയ്തോ ദോഷം ചെയ്തോ? ദോഷമല്ലേ ചെയ്തോളൂ.